അമ്മ മൂകാംബികയെ പരീക്ഷിക്കാൻ പോയൊരു ഭക്തന്റെ കഥ കേട്ടാലോ? ഇങ്ങ് കേരളത്തിൽ നിന്നുള്ളൊരു യുവാവ് തന്റെ സുഹൃത്തുക്കളോടൊപ്പം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിന് വേണ്ടി പോയി. പക്ഷെ അവന്റെ മനസ്സിലൊരു സംശയം, അമ്മയ്ക്ക് സത്യത്തിൽ ശക്തിയുണ്ടോ? ഞാനൊന്ന് പരീക്ഷണം നടത്തി നോക്കാം. അവൻ മനസ്സിൽ ചിന്തിച്ചു. എനിക്ക് പ്രത്യേകമായി ഒരു അടയാളം കാണിച്ചു തന്നാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. അതായത് പ്രത്യക്ഷ സാക്ഷ്യം വഹിച്ചാൽ മാത്രമേ ഞാൻ അമ്മയെ വിശ്വസിക്കുകയുള്ളൂ. അദ്ദേഹത്തിനുണ്ടായ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള അനുഭവം എന്തെന്നാൽ, ക്ഷേത്ര ദർശനത്തിന് അദ്ദേഹം പോയപ്പോൾ ആ ദർശന സമയത്ത് അവൻ വളരെ അനാസ്ഥയോടെ നിന്നു. പ്രാർത്ഥന പോലും മനസ്സിൽ നിന്നില്ല. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവന് അപ്രതീക്ഷിതമായ തലചുറ്റൽ, ഭയം, അസ്വസ്ഥത തുടങ്ങി. അവന് ഒരു അജ്ഞാത ഭയം പിടിപെട്ടു. സന്തോഷത്തോടെ വന്ന യാത്ര ഭയത്തിലും ആശങ്കയിലുമായി മാറി. അവൻ ഉടൻ തന്നെ തിരിച്ചറിഞ്ഞു, ഇത് അമ്മയെ പരീക്ഷിച്ചതിൻ്റെ ഫലം ആകാം. അവൻ വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോയി കണ്ണീരോടെ പ്രാർത്ഥിച്ചു, അമ്മയെ ഞാൻ തെറ്റ് ചെയ്തു, ക്ഷമിക്കണം. ആ സമയത്ത് മിഥ്യയായിട്ടെ, മനസ്സിൻ്റെ തോന്നലാകട്ടെ, ആ സമയത്ത് അവൻ ശ്രീകോവിലിനുള്ളിൽ കണ്ടത് യഥാർത്ഥ ചൈതന്യ സ്വരൂപിണിയായിട്ടുള്ള ശ്രീചക്രവാസിനിയായിട്ടുള്ള ആ ഒരു മൂകാംബികാ ദേവി അവൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നതാണ്. അവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതോടെ അവൻ്റെ ഭയം കുറയാൻ തുടങ്ങി. മനസ്സിൽ സമാധാനം തിരികെ വന്നു. അമ്മയെ അവൻ പരീക്ഷിച്ചിട്ട് പോലും ആ ഒരു കാരുണ്യ ദേവത അവനെ ശപിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം അമ്മ യഥാർത്ഥ ഒരു മാതൃസ്വരൂപിണിയാണ്. അതുകൊണ്ട് മാത്രമാണ് അവൻ ജീവിതത്തിലേക്ക് തിരികെ വന്നത്. ഒരിക്കലും ദൈവത്തെ പരീക്ഷിക്കരുത്. നിന്ദിച്ചില്ലെങ്കിലും ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല. വിശ്വാസം നിർബന്ധമല്ല, പക്ഷേ ആദരണം വേണം. ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് അമ്മ എപ്പോഴും മറുപടി നൽകും. മൂകാംബിക അമ്മയെ വിശ്വസിക്കൂ. പരീക്ഷിക്കേണ്ടതില്ല, അനുഭവിച്ചറിയാം അമ്മയുടെ കാരുണ്യം എന്തെന്ന്.